2.5 മാസം മുമ്പാണ് നടൻ അപ്പാനി ശരത്ത് ഭാര്യ രേഷ്മയുടെ വളക്കാപ്പാഘോഷം നടത്തിയത്. ബിഗ് ബോസ് താരങ്ങളടക്കം എത്തി ആഘോഷമാക്കിയ ചടങ്ങിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ രേഷ്മ ഇവരുടെ 3ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണെന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സോഷ്യൽ മീഡിയ താരവും ബിഗ് ബോസിൽ ശരത്തിനൊപ്പം ഉണ്ടാവുകയും ചെയ്തിരുന്ന ശൈത്യ സന്തോഷാണ് ഇക്കാര്യം പങ്കുവച്ചുകൊണ്ട് ആരാധകരെ അറിയിച്ചിരിക്കുന്നത്. അങ്കമാലി ഡയറീസ് എന്ന സിനിമയിലൂടെ ശ്രദ്ധ നേടിയ ശരത് കുമാർ എന്ന അപ്പാനി ശരത്ത് ആദ്യ സിനിമയിലെ കഥാപാത്രം ശ്രദ്ധിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് വിവാഹിതരായത്. കാലടി സംസ്കൃത സർവകലാശാലയിൽ ഒരുമിച്ച് പഠിച്ച ഇരുവരും തമ്മിലുള്ള പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിയത്. 2017 ശരത്തും രേഷ്മയും വിവാഹിതരാകുന്നത്. വർഷങ്ങളോളം നീണ്ട പ്രണയത്തിനൊടുവിലായിരുന്നു ഈ താരവിവാഹം. പിന്നാലെ 2018 തന്നെ ഇരുവർക്കും ആദ്യത്തെ പെൺകുഞ്ഞ് ജനിച്ചു. തുടർന്ന് 3 വർഷങ്ങൾക്കിപ്പുറം കോവിഡ് കാലത്താണ് ഒരു മകനും രേഷ്മ ജന്മം നൽകിയത്. ഇപ്പോഴിതാ 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൺകുഞ്ഞിനു കൂടി രേഷ്മ ജന്മം നൽകിയിരിക്കുന്നത്. ഇരുവരുടെയും സുഹൃത്തുക്കളാണ് ഈ വിശേഷം അറിയിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു പ്രസവം. മകൾക്കും മകനും കൂട്ടായി ഒരാൾ കൂടി എത്തിയതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഇരുവരും ഉള്ളത്. അങ്കമാലി ഡയറീസിലൂടെ സിനിമയിൽ അരങ്ങേറിയ അപ്പാനി ശരത്ത് ഇന്ന് മലയാളത്തിലും തമിഴിലുമെല്ലാം സുപരിചിതനാണ്. മാത്രമല്ല, താരം ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളത്തിലും മാറ്റുരച്ചിരുന്നു. 35 ദിവസങ്ങൾക്ക് ശേഷം അപ്പാനി എവിക്റ്റ് ആവുകയും ചെയ്തു. പിന്നാലെ വീട്ടിലെത്തിയ ശരത്തിനെ കാത്തിരുന്നത് ഭാര്യയുടെ വിശേഷമായിരുന്നു. ബിഗ് ബോസിന് ശേഷം സഹമത്സരാർത്ഥികളുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്നയാൾ കൂടിയാണ് അപ്പാനി ശരത്ത്. ശരത്തിന്റെ ഭാര്യ രേഷ്മയുടെ വളക്കാപ്പ് ചടങ്ങ് ആഘോഷമാക്കാൻ എത്തിയവരിൽ ബിഗ് ബോസ് താരങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ആദില, നൂറ, ബിന്നി, സാബുമോൻ, ഒനീൽ സാബു, അക്ബർ തുടങ്ങിയ താരങ്ങളെല്ലാം വളക്കാപ്പ് ചടങ്ങ് ആഘോഷമാക്കാനായി എത്തിയിരുന്നു. കേരള സാരി അണിഞ്ഞാണ് ആദിലയും നൂറയുമെല്ലാം ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്കൊപ്പം ഒരു സ്പെഷ്യൽ ഡേ എന്നായിരുന്നു നൂറയ്ക്കും ആദിലയ്ക്കും ഒപ്പമുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്ത് ശരത്ത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. വീണ്ടും എല്ലാവർക്കും ഒത്തുകൂടാൻ അവസരമൊരുക്കിയതിന് നന്ദി എന്ന് പറഞ്ഞാണ് ഒനീൽ വളക്കാപ്പ് ചടങ്ങിന്റെ റീൽ പങ്കുവച്ചത്. അക്ബറും വളക്കാപ്പ് ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിരുന്നു. അപ്പാനിയുമൊത്തുള്ള രസകരമായ ഒരു വീഡിയോയാണ് അക്ബർ പങ്കുവച്ചത്. കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ അവതരിപ്പിച്ച സൈക്ലിസ്റ്റ് എന്ന നാടകം ഹിറ്റായതാണ് ശരത്തിന്റെ കലാജീവിതത്തിൽ വഴിത്തിരിവായത്. തുടർന്ന് കാലടി സർവകലാശാലയിൽ നാടകത്തിൽ ബിരുദാനന്തര ബിരുദത്തിന് ചേർന്നു. PG പഠിക്കുന്നതിനിടെ പങ്കെടുത്ത ഒരു ഓഡീഷനിലൂടെയാണ് ശരത്തിന് സിനിമയിലേക്കുള്ള വഴി തെളിഞ്ഞത്. അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന കഥാപാത്രമാണ് വെള്ളിത്തിരയിലെ അരങ്ങേറ്റ വേഷം. കഥാപാത്രത്തിന്റെ പേര് സ്വന്തമായി സ്വീകരിച്ച് പിന്നീട് അപ്പാനി ശരത് എന്ന പേരിലാണ് താരം അറിയപ്പെട്ടു വരുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.